കെ എം ഷാജിയുടെ നേരത്തെ കേൾപ്പിച്ചു, ഒന്നുകൂടി കേൾക്കാം. നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ, ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാരാ RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അങ്ങനെ ഒരു RSS-ന്റെ പാഠപുസ്തകമൊന്നും മലയാളി പഠിക്കണ്ട. അങ്ങനെ പഠിക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം ഇല്ലാതെയാവണം. PM ശ്രീ കരാർ വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഇടും. ഇതാണ് മുമ്പ് പറഞ്ഞത്. അന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞത് ഒന്നാന്നാ പറഞ്ഞത്. ആണോ ഷാക്കറെ? ഒരു മിനിറ്റ്. ആ ഷാജി പറഞ്ഞ PM ശ്രീ ഏതെന്നറിയോ? മഹാത്മാഗാന്ധിജി ഇല്ലാത്ത PM ശ്രീയെ കുറിച്ചാണ്. ശരി, ശ്രീയാണ് മറുക് ഒട്ടിച്ച നസീറും മറുകില്ലാത്ത നസീറും പോലെ. അത് വേറെ PM ശ്രീ, ഇത് വേറെ PM ശ്രീ, അങ്ങനെയാണോ? അല്ലെന്നേ അദ്ദേഹം പറഞ്ഞതൊന്നും അഭിലാഷിന് മനസ്സിലായിട്ടില്ലേ? എനിക്ക് മനസ്സിലായി, ജവഹർലാൽ നെഹ്റുവില്ലാത്ത. എനിക്കും മനസ്സിലായി, താങ്കൾക്ക് മനസ്സിലായി, ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലായി. അല്ലാഹുവിന്റെ നിയമമാണ്. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ നിയമം നിലനിൽക്കേണ്ടതില്ല എന്ന്, അല്ലാഹുവിന്റെ നിയമത്തെ മനുഷ്യന്റെ നിയമം കൊണ്ട് മറികടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അവൻ വിശ്വാസിയാണോ? അതുകൊണ്ടെല്ലാം തീരുമെന്ന് വിചാരിക്കുന്നുവോ? അല്ലാഹുവിന്റെ നിയമമാണ്. നരേന്ദ്രമോദി കുറച്ച് വോട്ടുകളുടെ ബലത്തിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ചുട്ടെടുത്തതല്ലാതെ. പക്ഷേ നമ്മുടെ സമൂഹത്തിന്റെ അവകാശങ്ങൾ ഓരോന്നോരോന്നായി കവർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഗൗരവതരമായ കാര്യമുണ്ട്. സത്യസന്ധമായ ഒരു മാർഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇൽമിന്റെ പ്രധാനത തന്നെയാണ്. ഇൽമെന്ന് പറയുമ്പോൾ ഈ സത്യസന്ധത സമൂഹത്തിൽ പ്രചരിപ്പിക്കാനാ, ഭൗതികത വളർത്താനല്ല. ആത്മീയത വളർത്തുമ്പോഴും ഭൗതികത വളർത്തുകയാണെങ്കിലും എന്താണെങ്കിലും ശരി, നിങ്ങൾ ഭൗതികമായ ഒരു കാര്യം ചെയ്യുമ്പോൾ പോലും സത്യസന്ധത വേണം. കൃത്യമല്ലേ? അബ്ദുൽ മലിക് ബിൻ മർവാനെ കുറിച്ച് ഉദ്ധരിച്ച താരീഖിൽ കാണാം, കാല അബ്ദുൽ മലിക് ബിൻ മർവാൻ. അബ്ദുൽ മലിക് ബിൻ മർവാൻ നല്ലൊരു ഭരണാധികാരിയാണ്. അദ്ദേഹം പറഞ്ഞു ആരോട്? കാല അബ്ദുൽ മലിക് ബിൻ മർവാൻ ലിമുഅല്ലിമി ഔലാദിഹി. കുട്ടികളെ പഠിക്കുന്ന മൗലവിയോട് പറഞ്ഞു. തന്റെ മക്കളെ പഠിപ്പിക്കുന്ന ഉസ്താദിനെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? അബ്ദുൽ മലിക് ബിൻ മർവാൻ ലിമുഅല്ലിമി ഔലാദിഹി. അദ്ദേഹത്തിന്റെ മക്കളെ പഠിപ്പിക്കുമ്പോൾ അല്ലിമനെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലിമുഹുമുസ് സിദ്ഖ, നിങ്ങൾ അവരെ സത്യത്തിൽ നിൽക്കാൻ പഠിപ്പിക്കണം, സത്യസന്ധത പഠിപ്പിക്കണം. കമാ തുഅല്ലിമുൽ ഖുർആൻ, ഖുർആൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾ സത്യസന്ധത പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളെ ഉമ്മത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ഒരു സത്യത്തിന്റെ പന്ഥാവിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ സമൂഹത്തെ ഒരിക്കലും മറ്റുള്ളവർക്ക് ഭിന്നിപ്പിക്കാനോ തകർക്കുവാനോ കഴിയില്ല. അതാണ് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന എന്തൊക്കെയാ? നമ്മുടെ അവകാശങ്ങളാണ്. നിങ്ങൾ ഈ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ച ദുഃഖകരമായ അവസ്ഥയെക്കുറിച്ച് നോക്കണം. നിങ്ങൾ ഇപ്പൊ നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചത്, നമ്മുടെ സ്കോളർഷിപ്പ് മുഴുവൻ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. 100% മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട സ്കോളർഷിപ്പ്, അത് 100% സച്ചാർ കമ്മീഷന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കിട്ടിയതാ. അത് 100% നമുക്ക് കിട്ടേണ്ടതാ. ഒരു സഹിഷ്ണുതയിൽ 20% കൊടുത്തു. ഇപ്പൊ അതിന്റെ 50% പോയി. ആ ഒരു ഗതി ഇതിനും ഭാവിയിൽ വരും. PSC വഴി വരുന്ന നിയമിതനാകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മുസ്ലിമാണെന്ന് ഉറപ്പാക്കാൻ എന്ത് നിയമം കൊണ്ടുവന്നാലും ശരി, അവൻ നിരീശ്വരവാദിയാണെങ്കിൽ ഒരിക്കലും അവനെ തടുക്കാൻ കഴിയില്ല. മാർക്ക് കിട്ടിയാൽ അവൻ വരും. വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്ന ഓഫീസിൽ നിരീശ്വരവാദി വന്നാൽ എങ്ങനെയുണ്ടാവും? ആ ഒരു ഗതിയെ കുറിച്ച് എന്താ ചിന്തിക്കാത്തത്? ഇതൊരു 10 കൊല്ലം കഴിഞ്ഞ് കോടതിയിൽ പോയാൽ എന്താവും? 2011 കേസ് 2021 കോടതിയിൽ പോയ പട്ടി മറിഞ്ഞില്ലേ? നമുക്ക് സ്വന്തമുള്ളത് എന്ത് സംഭവിച്ചത്? അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണ്. ചിലർ വിചാരിച്ചു അത് ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരു കൂട്ടർക്ക് കൊടുത്തതാണ്. ജസ്റ്റിൻ എന്ന് പറയുന്ന ആള് കോടതിയിൽ പോയിട്ട് പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറയാം, ഒരു മാളത്തിൽ നിന്ന് ഒരിക്കലേ പാമ്പ് കടിച്ചു, 2ാം തവണ ആവരുത്. ജസ്റ്റിൻ കോടതിയിൽ പോയി ആവശ്യപ്പെട്ട എന്താ? ജസ്റ്റിൻ കോടതിയിൽ പോയി പറഞ്ഞത് തെറ്റാണ്. 6 നോട്ടിഫൈഡ് ന്യൂനപക്ഷമുണ്ട് ഇന്ത്യയിൽ. മൈനോറിറ്റികൾ 6 മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ബുദ്ധർ, ജൈനർ, പാഴ്സികൾ, അതുപോലെ തന്നെ സിഖുകാർ. ഈ 6 കൂട്ടരെ ഒരുപോലെ കാണണമെന്നാണ് ഭരണഘടന പറയുന്നത്. എന്തേ മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുത്തു? അതാണ് ക്ലാസിഫിക്കേഷൻ. 2 സബ് ക്ലാസിഫിക്കേഷൻ. അതായത് ക്രിസ്ത്യാനികൾ ഇതിലൊരു ഗ്രൂപ്പാണ്. അവരിൽപ്പെട്ട ലത്തീൻ കത്തോലിക്കർക്കും പരിവർത്തിത ക്രൈസ്തവർക്ക് മാത്രം കൊടുത്തത് തെറ്റാണ്. ഇയാളെ വാദമത. ഈ വാദമാണ് അയാൾ കോടതിയിൽ വിളിച്ച് കോടതി ഒറ്റയടിക്ക് ആ പരിപാടി നിർത്തിവെച്ചു, ക്ലോസ് ചെയ്തു. എന്ന പോലെ നാളെ ഒരാൾ കോടതിയിൽ പോയിട്ട് പറയുന്നത് PSC ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ആ ബോഡി വഖഫ് ബോർഡാണെങ്കിലും എന്താണെങ്കിലും ഗവൺമെന്റ് ബോഡിയാ. അതിൽ കൊണ്ടുപോയിട്ട് മുസ്ലിങ്ങളെ മാത്രം നിയമിക്കുന്നത് ശരിയല്ല എന്നൊരാൾ കോടതിയിൽ വാദിച്ചാൽ, ഇത് മുമ്പൊരു ഗവൺമെന്റ് ഇങ്ങനെ ചെയ്തിരുന്നു, അന്നിങ്ങനെ നിയമമാക്കി എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ആനുകൂല്യമാണ് തട്ടിത്തെറിപ്പിച്ച് കൊണ്ടുപോയത്. അത് സംരക്ഷിക്കാൻ മതിയായ നിയമം ഉണ്ടായിരുന്നു.
BJP ഭരിക്കുന്ന സമയത്ത് ഗുജറാത്ത് ഹൈക്കോടതിയിൽ ഇത് സംബന്ധമായ കോലാഹലം നടന്നു. വമ്പിച്ച കോലാഹലം, ചെറിയ കോലാഹലമല്ല. നെറ്റ് കയ്യിലുണ്ടെങ്കിൽ അടിച്ചു നോക്ക്. 20/2011 റിട്ട് പെറ്റീഷൻ ഗുജറാത്ത് ഹൈക്കോടതി. കോടതി വിധി എന്താ വന്നത്? കോടതിയിൽ വാദിച്ചു മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കാൻ പാടില്ല. മുസാഹിബത്തിനെ അവസാനിപ്പിക്കാം. കോടതിയിൽ പറഞ്ഞു മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കാൻ പാടില്ല. കോടതി എന്താ പറഞ്ഞത്? കോടതി ഇതിനെക്കുറിച്ച് പഠിച്ച അഭിഭാഷകർ വാദിച്ചപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, അതുകൂടി പറയട്ടെ. ദ ബേസിസ് ഓഫ് ഫ്രെയിമിംഗ് ഓഫ് ദ സ്കീം ഈസ് നോട്ട് റിലിജിയൻ. ഇത് മതപരമായി കൊടുത്തതല്ല, മുസ്ലിങ്ങളായതുകൊണ്ട് കൊടുത്തതല്ല. ഇത് മുസ്ലിം എന്ന നിലക്കുള്ള ആനുകൂല്യവുമല്ല. പിന്നെ എന്താണത്? ബട്ട് ഇംപ്രൂവ്മെന്റ് ഓഫ് ദ കണ്ടീഷൻ ഓഫ് സച്ച് ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്. രാജ്യത്ത് പുരോഗതിപ്പെടാത്തൊരു സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി കൊടുത്തതാണ്. അങ്ങനെ തന്നെ പറഞ്ഞു. പുരോഗതിപ്പെടാത്ത ഗ്രൂപ്പിന് കൊടുത്തത് മുസ്ലിം ആയിപ്പോയി എന്നുള്ളൂ. ബോംബെ ഹൈക്കോടതിയിൽ കേസ് വന്നു. ബോംബെ ഹൈക്കോടതി എന്താ പറഞ്ഞത്? The reason of providing the scholarship is their slow progress as compared to the national average. ദേശീയ നിലവാരത്തെക്കാൾ ഇവർ പുറകില. ഒന്നുകൂടി പറഞ്ഞു, റിലീജിയൻ ഇസ് നോട്ട് ദ ഓൺലി ഫാക്ടർ ഡിറ്റർമിനേറ്റീവ് ഓഫ് എലിജിബിലിറ്റി. അതാണ് ബോംബെ ഹൈക്കോടതിയിലെ വിധി. ഇതിനവർ യോഗ്യരായത് മതത്തിന്റെ പേരിലല്ല, പിന്നോക്കായതുകൊണ്ട്. അപ്പൊ ഇത് പിന്നോക്കാനുകൂല്യാണ്, ന്യൂനപക്ഷാനുകൂല്യമല്ല. ന്യൂനപക്ഷാനുകൂല്യമാണെങ്കിൽ 6 കൂട്ടർക്കിൽ വിവേചനം ഉണ്ടാവും. അതേ സമയത്തോ ഇത് പിന്നാക്കാനുകൂല്യമല്ല, ഇത് ന്യൂനപക്ഷാനുകൂല്യമല്ല, പിന്നാക്കാനുകൂല്യമാണ്. പിന്നോക്കത്തിൽ ഏറ്റവും പുറകിൽ ഇന്ത്യയിലാരാ? അത് നോക്കിയാൽ മതി, മുസ്ലിങ്ങൾ. അപ്പൊ അത് അവർക്കുള്ളതാണ്. അവർക്കുള്ളത് മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ പറ്റില്ല. മറ്റുള്ളവർക്ക് വേണമെങ്കിൽ വേറെ ആകാമായിരുന്നു. ഗവൺമെന്റ് എന്താന്ന് ചെയ്യേണ്ടത്? ഗവൺമെന്റ് അന്ന് ചെയ്യേണ്ടത് ശരിക്ക് ബാക്ക്വേർഡ് മുസ്ലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉണ്ടാക്കണം. ഏതുപോലെ? ക്രൈസ്തവ വികസന കോർപ്പറേഷൻ അവിടെ ഉണ്ട്, പരിവർത്തിത ക്രൈസ്തവ വികസന കോർപ്പറേഷൻ എന്ന പോലെ. അതുണ്ടാക്കിയില്ല. ഇത് ന്യൂനപക്ഷ സെല്ലിലൂടെ നടപ്പാക്കി. അതാ കുഴപ്പമായത്. എന്ന പോലെ ഇത് PSCക്ക് വിടുമ്പോൾ ഇതേ കുഴപ്പം വരും. അതിൽ വാശി പിടിക്കേണ്ട ഒരു കാര്യവും ഇല്ലല്ലോ. അത്രയും നമ്മൾ പറഞ്ഞു. പക്ഷേ നമ്മുടെ ആലിമീങ്ങളുടെ നിർദ്ദേശവും നമ്മുടെ സംഘടനയുടെ നിർദ്ദേശവും പാലിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യത്തിലും അവധാനത പുലർത്തുന്നു, സമാധാനം കാണിക്കുന്നു. അതൊക്കെ ചെയ്യുമ്പോഴും ഒരു കാര്യം പറയുന്നു, നമ്മളിതൊന്നും തിരിച്ചറിയാതെ പോകരുത്. അതിന്റെ തൊട്ടുടനെയാണ് 1% നമുക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ശതമാനം പിൻവലിച്ചത്. അല്ലെങ്കിൽ തന്നെ മെഡിക്കൽ PGക്ക് 2% നമുക്ക് കിട്ടുന്നുള്ളൂ. 2%. EWSന് 10% കിട്ടുമ്പോൾ നമുക്ക് 2. ഇപ്പോ നമുക്ക് കിട്ടുന്ന മൊത്തം 8%, 7% മാറി. ഒന്ന് കുറച്ചു. ഇങ്ങനെ അടിക്കടി നമുക്ക് ക്ഷീണം വരുന്നു. ആനുകൂല്യം കാത്ത് കെട്ടിക്കിടക്കേണ്ട, നന്നായി പഠിക്കണം, അത് വേറെ കാര്യം. പക്ഷേ നമ്മുടെ ഉമ്മത്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, നിരീശ്വരത്വം നമ്മുടെ മക്കളിലേക്ക് കടന്നു വരുന്നതും അതാണ്. സുന്നി മാലി ഫെഡറേഷന്റെ ലൈറ്റോ മിഹ്റാബില ഉപദേശം നന്നായി കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെയും നടന്നിരുന്നു, മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. ആ ചിന്തയിലേക്ക് നമ്മുടെ കൗമ് പോകാതിരിക്കാൻ പണ്ഡിതന്മാരായ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ ഈ സമൂഹത്തിന്റെ മിഹ്റാബുകൾ കൈകാര്യം ചെയ്യുന്നവരാ.